ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഒട്ടും എണ്ണ പിടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ചാഞ്ഞു പോകാത്ത സമൂസ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് പറയാറുണ്ട് സമൂസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അത് ചാഞ്ഞു പോകുന്നു, അതേപോലെ എണ്ണ പിടിക്കുന്നു, അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ നല്ല ഒന്നാന്തര സമൂസ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാത്രമല്ല വളരെ കുറച്ച് മൈദ മാവ് കൊണ്ട് കൂടുതൽ സമൂസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പാക്കാതെ തന്നെ വീഡിയോ കാണുക. അതേപോലെ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് സമോസയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബീഫ് സമോസ എന്ന് പറയുമ്പോൾ ഞാൻ ബീഫ് കൂടുതൽ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ പച്ചക്കറിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. കാരണം പച്ചക്കറിയുടെ ആ ഒരു ഫ്ലേവറിൽ കിട്ടുമ്പോഴേ സമൂസയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതിനിപ്പോൾ നമ്മൾ ചിക്കൻ സമൂസ ഉണ്ടാക്കുകയാണെങ്കിലും ബീഫ് സമൂസ ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ ഒരു ബീഫിൻ്റെയോ അല്ലെങ്കിൽ ചിക്കൻ്റെയോ ടേസ്റ്റ് വരുമ്പോൾ സമൂസയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് സമൂസയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി കൊടുക്കണം എന്നില്ല, എല്ലാം കൂടി ഒന്നിച്ച് തന്നെ വേവാൻ വെക്കുകയാണ് ചെയ്യുന്നത്, ബീഫ് ഒഴികെ. ഇനി ഇതിലോട്ട് 3 പച്ചമുളക് കീറി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പിന്നീട് മസാലയിൽ നിന്ന് മാറ്റും. ഇനി ഇതിലോട്ട് ഒരു ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് 3 ക്യാരറ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എത്ര മസാലയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് 2-3 ദിവസത്തേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇച്ചിരി പട്ടാണി കുതിർത്തിയത് ചേർത്ത് കൊടുക്കുന്നു. പട്ടാണി നോമ്പിന് തലേദിവസം മുമ്പേ മൊത്തത്തിൽ കുതിർത്തി ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കുതിർത്തി വെക്കുന്ന ഒരു പ്രശ്നം വരില്ലല്ലോ. നമുക്ക് മറന്നൊക്കെ പോവുമല്ലോ കുതിർത്തി വെക്കാൻ. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഒറ്റടിക്ക് കുതിർത്തി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇതൊന്ന് വേവാൻ വെക്കാം. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം ചേർത്ത എണ്ണയും അതേപോലെ ഇതിൻ്റെ ആവിയിൽ നിന്ന് വരുന്ന വെള്ളവും മതിയാവും. വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതിന് നമുക്ക് മസാല ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. നനവുണ്ടായാലാണ് നമ്മുടെ സമൂസ ചാഞ്ഞു പോകുന്നത്, അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 15 മിനിറ്റ് ചെറിയ തീയിൽ വേവാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് വേവിച്ചെടുത്ത ബീഫ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബീഫ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഞാൻ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമൂസയുടെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നാലോ ബീഫിൻ്റെ ഇച്ചിരി സ്മെല്ലും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അതിന് വേണ്ടി മാത്രമാണ്, ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും എന്നതിന് കൊണ്ട് മാത്രമാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കണം. ഇവിടെ ഇപ്പോൾ 2 കൊണ്ട മൈദ, അതായത് 1 കപ്പ് മൈദയോളം എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എത്ര സമൂസ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മൈദപ്പൊടി എടുത്താൽ മതി. ഇതിലിപ്പോൾ ഒരു 40 സമൂസ ഉണ്ടാക്കാൻ പറ്റും. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്താൽ മൈദയുടെ ഈ ഡോക്ക് നല്ല മാർദ്ദവം കിട്ടാൻ നല്ലതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം.
ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത്. മൈദ മാവിലോട്ട് വെള്ളം പെട്ടെന്നാണ് കൂടി പോകുന്നത്. അപ്പോൾ കുറേശ്ശെ മെല്ലെ മെല്ലെ നോക്കിയിട്ട് ഒഴിച്ച് കുഴച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മാവ് ഇതുപോലെ വലിച്ച് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു 10 ഉരുളകൾ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉരുളയിൽ നമുക്ക് 4 സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 10 ഉരുളകൾ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നോ ഉരുളകളും ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ മൈദപ്പൊടി വിതറിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തുമ്പോൾ ഒരു ഉരുള നമ്മൾ ആദ്യം പരത്തുമ്പോൾ ഫുള്ളായിട്ട് പരത്തി കൊടുക്കുന്നില്ല, ലേശമാണ് പരത്തി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇതിനെ പരത്തിയെടുത്തിട്ടില്ല. ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ ഉരുളയും നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ഉരുളയും ഒരു ഹാഫ് വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പരത്തി വെച്ചത് വെച്ച് കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ലേശം മൈദപ്പൊടി വിതറിയിട്ട് നേരത്തെ പരത്തിയതുപോലെ തന്നെ പരത്തിക്കൊണ്ട് പോവുക. തിന്നാകുന്നത് വരെ നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. കണ്ടല്ലോ, ഇതിപ്പോൾ നല്ല വലുപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിയൊക്കെ കൊട്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റുള്ള ഉരുളകളും ചെയ്യണം. ഒന്നിനു മുകളിൽ ഒന്ന് വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് പരത്തിയിട്ട് നല്ല വലുപ്പത്തിൽ തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലോ അല്ലെങ്കിൽ തവയിലോ ഇട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. ആദ്യം ഇട്ടതിന് ശേഷം ജസ്റ്റ് ആവി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒന്ന് നമ്മളെ കൈകൊണ്ട് കറക്കി കൊടുക്കുക. ഇതിൻ്റെ തീ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കി കൊടുക്കുക. അതേപോലെ ജസ്റ്റ് ഇതുപോലെ കുമിളകൾ വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കൂടുതൽ നേരം വെക്കരുത്, മുരിഞ്ഞു പോയാൽ ഹാർഡായി പോകും തൊലി. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് പിന്നൊരു ലെയർ അടർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ നീളത്തിലല്ല ഷീറ്റ് ഉണ്ടാക്കുന്നത്, ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് നെടുകെ കീറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ നടുവിൽ നിന്ന് മുറിച്ചെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഷീറ്റ് വേസ്റ്റ് ആവില്ല. അതേപോലെ തന്നെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടാണല്ലോ ഉരുള പരത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട് ഒന്നിൽ നിന്ന് തന്നെ. ഇത് നമുക്ക് എല്ലാം അടർത്തി കൊടുക്കാൻ പറ്റണം. ഇതുപോലെ ഇതെല്ലാം അടർത്തിയിട്ട് വെവ്വേറെ ആക്കിയിട്ട് ഓരോന്നോരോന്ന് സിംഗിൾ ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 40 എണ്ണം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല സൂക്ഷിച്ചിട്ട് അടർത്തിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും മസാല ഫിൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. മൈദ കലക്കിയ മാവ് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക സൈഡിലോട്ടായിട്ട്. കണ്ടല്ലോ, ഒരു ദ്വാരവും ഉള്ളിലില്ല, ദ്വാരം ഉണ്ടാകാൻ പാടില്ല, ദ്വാരം അടഞ്ഞിരിക്കണം. അതുപോലെ മസാല നിറയെ ഫിൽ ചെയ്യണം. ചാഞ്ഞ് കിടക്കുന്ന പോലെ ആവരുത് സമൂസ, നല്ല ടൈറ്റായിരിക്കണം. അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ വേണം സമൂസ. ഉള്ളിൽ നന്നായിട്ട് മസാല നിറഞ്ഞിരിക്കണം. ഇനി ഇതുപോലെ നമുക്കിതിന്
മൈദമാവ് കൊണ്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. കണ്ടല്ലോ, ഒട്ടും ദ്വാരമില്ലാത്ത രീതിയിൽ ഇതിനെ നമ്മൾ മടക്കിയെടുക്കണം. ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഒന്നും കൂടി ഇത് മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഉമ്മയാണ് മടക്കിയെടുക്കുന്നുള്ളത്. അതേപോലെ മസാലാക്കി എടുത്തത് അമ്മായിയാണ് കേട്ടോ, ഭാബിയാണ്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഓരോന്ന് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം പൊരിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസ ഇപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാൻ സമയമായിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം പാത്രത്തിലിട്ടാൽ ഇതിൻ്റെ ചൂടിൽ വീണ്ടും മൊരിഞ്ഞ് വരും. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ എടുക്കുക. അതേപോലെ എണ്ണ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെക്കുക. ഈ എണ്ണ ഇതിൻ്റെ ആവിയിലും കൂടി വറ്റിപ്പോവും. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മെല്ലെ മെല്ലെ വറ്റിപ്പോകുന്നത്. ഇതുപോലെ മെല്ലെ വറ്റിപ്പോകും. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണ പിടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.